ജസ്റ്റ് മിസ്. നല്ലൊരവസരമായിരുന്നു, പക്ഷേ നഷ്ടപ്പെട്ടു പോയി. എന്താണ് സംഭവമെന്നറിയോ? കൊച്ചിയിലെ എസൻസിൻ്റെ പരിപാടി നടക്കുമ്പോൾ അവിടേക്കൊരാൾ തോക്കുമായി കടന്നു വന്നു. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മുടെ കർമ്മ ന്യൂസിലെ ചേച്ചി ചാടി രംഗത്തിറങ്ങി. ഉടനെ തന്നെ വാർത്ത വായിക്കാൻ തുടങ്ങി. എസൻസിൻ്റെ പരിപാടിയാകുമ്പോൾ എന്തായാലും അവിടെ ഇസ്ലാമിനെ വിമർശിക്കുന്നവരായിരിക്കുമല്ലോ കൂടുതൽ. കാരണം അവരുടെ അജണ്ട തന്നെ മുസ്ലിമീങ്ങളെ 4 തെറി പറയലും അവരെ ആക്ഷേപിക്കലുമാണ്. എന്നു മാത്രമല്ല, അവിടേക്ക് വന്നതോ തസ്ലീമ നസ്റിനെ പോലെയുള്ള ഇസ്ലാം വിമർശകരും, അതേപോലെ ശ്രീജിത്ത് പണിക്കർ എന്ന രാഷ്ട്രീയ നിരീക്ഷകനും വലതുപക്ഷ നിരീക്ഷകനും, അങ്ങനെ എന്തൊക്കെ നിരീക്ഷകനുണ്ടോ ആ നിരീക്ഷണമൊക്കെ നടത്തുന്ന ആളും. പിന്നെ അവിടെ കൂടിയിരിക്കുന്നവരൊക്കെയും തന്നെ ഇസ്ലാം വിട്ടവരും അതുപോലെ മതമുപേക്ഷിച്ചവരുമായ ആളുകളാണ്. കൂടുതലും ഇസ്ലാം വിട്ടവരാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ തോക്കുമായിട്ട് വന്നാൽ എന്തായാലും അത് മുസ്ലിമായിരിക്കും. അതുകൊണ്ട് തന്നെ ചേച്ചി നല്ല രീതിയിലൊന്ന് മൂപ്പിച്ചുകൊണ്ട് തന്നെ വാർത്ത വായിക്കുന്നുണ്ട്. കൊച്ചിയിൽ നടന്ന ആയിരക്കണക്കിന് സ്വതന്ത്ര ചിന്തകരുടെ പരിപാടിയിലേക്ക് തോക്കുമായെത്തിയ ആക്രമിയെ പിടികൂടിയിരിക്കുന്നു. ഉദയംപേരൂർ സ്വദേശിയാണ് പിടിച്ചത്. ആയിരക്കണക്കിന് സമൂഹത്തിന്റെ വിവിധ തലത്തിലുള്ള പ്രശസ്തർ പങ്കെടുക്കുന്ന എസൻസ് ആഗോള കൺവെൻഷൻ ആയിരുന്നു. കൂടുതൽ അപ്ഡേറ്റുകൾ ഇപ്പോൾ പുറത്തുവരികയാണ്. പോലീസ് ഹാൾ ഒഴിപ്പിച്ചു. വിദേശത്ത് നിന്ന് അടക്കം എത്തിയ എല്ലാവരും സുരക്ഷിതരാണ്. എടുത്തു പറയേണ്ടത്, ഇസ്ലാമിക തീവ്രവാദികൾ വധഭീഷണി മുഴക്കി ഇന്ത്യയിൽ അഭയം തേടിയ തസ്ലീന നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയാണിത് എന്നതാണ്. അതെടുത്തു പറയണം. അതെടുത്തു പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് വാർത്തയാണ്? വാർത്തയ്ക്ക് എന്ത് ഗുമ്മാണുള്ളത്? ഇസ്ലാമിക ഭീകരവാദികളാൽ ഭീഷണി നേരിടുന്ന തസ്ലീമ നസ്രീൻ പങ്കെടുക്കുന്ന പരിപാടിയാണെന്നൊക്കെ പറയുക തന്നെ വേണം. കാരണം എന്നാലല്ലേ അതിനൊക്കെ ഒരു രസമുള്ളൂ, കേൾക്കാനൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. ചേച്ചി പറഞ്ഞു, വേദിയിൽ തീവ്രവാദികളുടെ നോട്ടപ്പുള്ളികളായ എസൻസ് നേതാവ് ആർ രവിചന്ദ്രനും ശ്രീജിത്ത് പണിക്കരും തമ്മിൽ സംവാദം നടക്കുമ്പോഴാണ് ആക്രമി തോക്കുമായി എത്തുന്നത്. ആക്രമി തീവ്രവാദികളുടെ നോട്ടപ്പുള്ളികൾ രവിചന്ദ്രനോ? അത് കൊള്ളാലോ. പിന്നെ ശ്രീജിത്ത് പണിക്കരും നോട്ടപ്പുള്ളിയാണ് അത്ര. നല്ലതാ. ഇവരെയൊക്കെ എന്തിനാണാവോ തീവ്രവാദികൾക്ക്, എന്ത് കാര്യത്തിനാണാവോ അവരെയൊക്കെ തീവ്രവാദികൾ നോട്ടപ്പുള്ളികളാക്കുന്നത്? ഇത്രയും ദാരിദ്ര്യം പിടിച്ച തീവ്രവാദികൾ ഏതാണപ്പാ? എനിക്ക് മനസ്സിലാകുന്നില്ല. ലക്ഷ്യം വെച്ചത് എസൻസ് നേതാക്കളെയാണോ അതോ തസ്ലീന നസ്രീനെയാണോ എന്ന് വ്യക്തമല്ല. വ്യക്തമല്ലെങ്കിലും നമ്മൾ വാർത്ത വായിക്കും. അതിനകത്ത് ഇസ്ലാമിക ഭീകരവാദികൾ എന്നൊക്കെ 4 പ്രാവശ്യം കുത്തിക്കയറ്റി പറയുകയും ചെയ്യും. പിടികൂടിയ ആളുടെ കൂടുതൽ വിവരങ്ങൾ അറിയില്ല. എസൻസ് എപ്പോഴും രൂക്ഷ വിമർശനം നടത്തുന്ന സംഘടനയാണ്. എന്നാൽ അക്രമമോ കലഹമോ ഒന്നുമില്ലാതെ സമാധാനപരമായി ആശയം പ്രചരിപ്പിക്കുന്നവരാണിവർ. ഒരു പുല്ലാങ്കൊടിയെ പോലും ഇവർ ഉപദ്രവിക്കാറോ ഭീഷണി പോലും മുഴക്കാറോ ഇല്ല. കഷ്ടം തന്നെ. ഒരു പുല്ലാങ്കൊടിയെ പോലും നോവിക്കാത്ത പാവങ്ങളായ സ്വതന്ത്ര ചിന്തകർ. അവരെ കൊല്ലാൻ വേണ്ടി തോക്കുമായി വന്നത് എന്തായാലും ഇസ്ലാമിക തീവ്രവാദികൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. അങ്ങനെ ചേച്ചി മൂപ്പിച്ച് വാർത്തയൊക്കെ വായിച്ച് ഇതാ കിടക്കണ എല്ലാം ചട്ടിയും കലവും എല്ലാം പോയി. കാരണം വാർത്ത പുറത്തു വന്നു ആരെയാണ് പിടികൂടിയത് എന്ന്. എസൻസ് പരിപാടിയിൽ തോക്കുമായി എത്തിയത് ഉദയംപേരൂർ സ്വദേശി അജീഷ്. CPM നേതാവ് വിദ്യാധരൻ കൊലക്കേസിലെ മുഖ്യ സാക്ഷിയാണ് ഇയാൾ. ഇനി എന്ത് ചെയ്യും? എന്ത് ന്യൂസാണ്? കർമ്മ ന്യൂസ്. ചേച്ചി എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ വാർത്ത വായിച്ചത്. എന്തെല്ലാം പ്രതീക്ഷയോടെയാണ് ചേച്ചി ആ ഇസ്ലാമിക ഭീകരവാദികളൊന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു പറഞ്ഞത്. എല്ലാം പോയില്ലേ? മറ്റേ കളമശ്ശേരിയിലെ അവസ്ഥയായി. കളമശ്ശേരിയിൽ ഒരു ബോംബ് പൊട്ടിയപ്പോഴേക്കും ഉടനെ തന്നെ പലസ്തീനിൽ നടക്കുന്ന അക്രമങ്ങളുടെ പ്രതികാരമാണോ ഇവിടെ നടന്നത് എന്നൊക്കെ ചോദിച്ച് വാർത്ത വായിച്ച് വല്ലാതങ്ങ് മൂപ്പിക്കുകയും പൊലിപ്പിക്കുകയും ചെയ്ത് അവസാനം പിടിച്ചപ്പോഴോ ക്രിസ്ത്യൻ തീവ്രവാദിയായ മാർട്ടിനാണ്. അതേ അവസ്ഥയായിപ്പോൾ. അല്ലെങ്കിൽ തന്നെ ഈ എസൻസിൻ്റെ ആളുകൾ രവിചന്ദ്രനെ പിന്നെ അതുപോലെയുള്ള കുറേ സാധനങ്ങൾ അവരെയൊക്കെ കൊന്നിട്ടിപ്പോൾ എന്ത് കാര്യമാണ്? എന്ത് കിട്ടാനാണ്? സത്യത്തിൽ ഇവർക്കൊക്കെ വലിയ ആഗ്രഹമുണ്ട്. രവിചന്ദ്രൻ്റെ നേരെ ഒരു മുസ്ലിം പേരുള്ളവൻ ഒരു തോക്ക് ചൂണ്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പൊട്ടാസ് പൊട്ടിച്ചിരുന്നെങ്കിൽ എന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. പക്ഷെ മുസ്ലിമീങ്ങൾ ആ ഭാഗത്തേക്കൊന്നും തിരിഞ്ഞു പോലും നോക്കണില്ല. കാരണം അയാളുടെ വിവരക്കേട് പറഞ്ഞ് ജീവിക്കുന്നു. കുറേ ആളുകൾ ഇസ്ലാം വിട്ടിട്ട് ആ ഇസ്ലാം വിറ്റ് ജീവിക്കുന്നു.
കാരണം ഇസ്ലാമിനെ 4 പറഞ്ഞാലാണല്ലോ കാഴ്ചക്കാരുണ്ടാവുള്ളൂ. അങ്ങനെ കാഴ്ചക്കാരുണ്ടായെങ്കിലല്ലേ നമ്മുടെ അക്കൗണ്ടിലേക്ക് മാസാമാസം ഡോളർ എത്തുകയുള്ളൂ. അങ്ങനെ ജീവിക്കുന്ന കുറേ സാധുക്കളുണ്ട്. അവരെ കൊണ്ട് നമുക്ക് ഉപകാരവുമുണ്ട്. കാരണം ഇസ്ലാമിലെ പല വിഷയങ്ങളും ഇവരിങ്ങനെ കളവും നുണയും ഒക്കെ ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ അതിൻ്റെ സത്യം വിളിച്ചു പറയാനും അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താനും ഒക്കെ പലപ്പോഴും കഴിയാറുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ ഏത് തീവ്രവാദിയാണ് ഇത് ചെയ്തതെന്നോർത്ത് ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടിരിക്കുമ്പോഴാണ് സംഗതി അനീഷ് എന്നു പേരുള്ള ഒരുത്തനാണ്. ഉദയംപേരൂരുകാരനാണ് അജീഷ് എന്നു പേരുള്ള ഒരുത്തനാണ്. ഉദയംപേരൂരുകാരനാണ്, എൻ്റെ നാടിനടുത്താണ്. അവനാണത്രേ തോക്കുമായിട്ട് ചെന്നത്. പൊട്ടിച്ചിട്ടൊന്നുമില്ലെന്നാണ് തോന്നുന്നത്. ഏതായാലും ജസ്റ്റ് മിസ്സാണ്. നല്ലൊരവസരമാണ് ഇതുപോലെയുള്ള ആളുകൾക്ക് നഷ്ടപ്പെട്ടത്.